സിൻജി, ഗുഡ് മോർണിംഗ്. മോർണിംഗ്. കഴിഞ്ഞ ദിവസം കലൂർ സ്റ്റേഡിയത്തിൽ നടന്ന സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട് അവിടെ നൃത്ത പരിപാടി അവതരിപ്പിച്ച സിനിമാ നടിയായ ദിവ്യ ഉണ്ണി ചോദ്യം ചെയ്തേക്കുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കാരണം വലിയൊരു തട്ടിപ്പ്, മൃദംഗനാദം എന്ന് പറയുന്ന ആ ഡാൻസ് സംഘടിപ്പിച്ച സംഘത്തിനെതിരെ വലിയ തട്ടിപ്പ് വിവരങ്ങൾ 2 ദിവസം മുന്നേ തന്നെ അരുൺ ദേവ് എന്ന് പറയുന്ന ഒരാൾ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ പരാതിയായി നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ കൂട്ടി വായിക്കേണ്ടത് എന്താണ്? ഈ സംഘടനയുടെ സിഇഒ ഉണ്ട്, ഷമീർ അബ്ദുൾ റഹീം. ഇയാൾ അതുപോലെ തന്നെ ഇവന്റ് കോർഡിനേറ്ററായ കൃഷ്ണകുമാർ, സ്റ്റേജ് നിർമ്മിച്ച ബെന്നി, ഇവരൊക്കെ തന്നെ ഇപ്പോൾ അറസ്റ്റിലാണ് നിലവിൽ. ഇനി ദിവ്യ ഉണ്ണിയുടെ പങ്കിനെ കുറിച്ചാണ് കൂടുതൽ അറിയേണ്ടത്. അപ്പോൾ ഇതൊരു വലിയ തട്ടിപ്പാണെന്നുള്ളതിൻ്റെ കാര്യങ്ങളെല്ലാം പുറത്തു വന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റേജ് ഉണ്ടാക്കുന്നത് പരിപാടി നടക്കുന്നതിൻ്റെ തൊട്ട് തലേദിവസം 28-ാം തീയതി രാത്രിയിലാണ്. രാത്രിയിൽ ആരംഭിച്ച പണി തീരുന്നത് 29-ാം തീയതി പുലർച്ചെ 3 മണിക്കാണ്. അന്ന് വൈകിട്ടാണ് പരിപാടി നടക്കുന്നത്. സാധാരണഗതിയിൽ GCDA കോംപ്ലക്സിൽ, അതായത് ആ പറയുന്ന സ്റ്റേഡിയത്തിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലും ഒരു താൽക്കാലിക സ്റ്റേജ് നിർമ്മിക്കണമെങ്കിൽ പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും PWDയുടെയും ഒക്കെ അനുമതി വേണം. പ്രത്യേക അപേക്ഷയൊക്കെ കൊടുത്തിട്ട് വേണം ഇത് നിർമ്മിക്കാൻ. ഇവിടെ എന്താ, താൽക്കാലികമായി ഇത്തരത്തിൽ പലകയൊക്കെ ഇട്ട് നിരത്തി ഒരു സ്റ്റേജ് നിർമ്മിക്കുന്നു. അതായത് കസേരയിലാണ് തൂണുകൾ സ്ഥാപിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ പലക ഇടുന്നു. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു വരി കസേര മാത്രമേ ഇടാനുള്ള സ്ഥലമുള്ളൂ. എന്നിട്ട് 2 വരി കസേര ഇടുന്നു. മാത്രമല്ല, ഉറപ്പുള്ള ഈ പിടിക്കാനുള്ള റെയിലുണ്ടല്ലോ, സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ബാരിക്കേഡൊക്കെ വേണം. ഇതൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ അതിനകത്ത് കയറി ഇരിക്കുന്നതാരാ? നമ്മുടെ മന്ത്രി സജി ചെറിയാൻ, ADGP, ഒപ്പം ഈ പറയുന്ന ഉമാ തോമസ് MLA, അങ്ങനെ നിരവധി ആളുകൾ. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെ കയറ്റിയിരുത്താനുള്ള യാതൊരുവിധ പെർമിഷനും ഇല്ലാത്തൊരു സ്റ്റേജാണ്. ഈ GCDയുടെ ചെയർമാൻ തന്നെ പറയുന്നത്, ഇത്തരത്തിൽ താൽക്കാലികമായ ഒരു സ്റ്റേജ് നിർമ്മിക്കണമെങ്കിൽ മുൻകൂട്ടി അനുവാദം മേടിക്കണം, അപേക്ഷ നൽകണം, ഈ സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളുടെ ക്ലിയറൻസ് വേണം. ഇതൊന്നുമില്ലാതെ ഇങ്ങനെ ഒരു പരിപാടി നടത്താനായിട്ട് സ്റ്റേജ് ഒരുക്കുന്നു. അതായത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു വലിയ അപകടം ഉണ്ടാകേണ്ടത് ഇങ്ങനെ ഒന്ന് ഒഴിവായി എന്ന് വേണം പറയാൻ. നമ്മൾ പറയല്ലേ, ഈ കണ്ണി കൊള്ളാനുള്ളത് പുരുകത്ത് കൊണ്ടുവന്ന് പറയുന്നത്, അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. ഈ ഉമാ തോമസ് നേരെ വന്ന് വീഴുന്നത് എവിടെയാണ്? ഒരു സ്ലാബിൽ തല ഇടിച്ചാണ് വീഴുന്നത്. ഭാഗ്യം കൊണ്ട് ഇപ്പോഴും ജീവനോടെ ഉമാ തോമസ് MLA ഇരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒരാളുടെ മരണത്തിന് അത്രയും കാരണമാകില്ലേ? അപ്പോൾ ഒരു മന്ത്രി, അതുപോലെ ADGP ഉൾപ്പെടെയുള്ള ആൾക്കാർ, MP, ഇവരെയൊക്കെ ഇരുത്തേണ്ട ഒരു സ്റ്റേജ് നിർമ്മിച്ച രീതിയാണ്. അപ്പോൾ ഈ സ്റ്റേജ് നിർമ്മിക്കുന്നോ ഇവർ വരുന്നോ ഒന്നും ഇവരുടെ ഒരു പ്രശ്നമേ അല്ല, ഒരു കാര്യമേ അല്ല. ഇത്രയും പേര്, അതായത് 12,000-ഓളം നർത്തകരെ അവിടെ കൊണ്ടുവരുന്നു. ദിവ്യ ഉണ്ണി എന്ന് പറയുന്ന പഴയ സിനിമാ താരം, ഒപ്പം തന്നെ ഈ നൃത്തരംഗത്തെ നിറഞ്ഞു നിൽക്കുന്ന ഒരു താരം, അവരെ ഉപയോഗിച്ച് മാക്സിമം കച്ചവടം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ദിവ്യ ഉണ്ണിക്ക് ഇതിനകത്ത് എന്താ ലാഭം? ദിവ്യ ഉണ്ണി ഏതോ 3-4 മാസങ്ങൾക്ക് മുമ്പ് തന്നെ പല അഭിമുഖങ്ങളിലും പറയുന്നുണ്ട്, ഒരു മെഗാ ഇവന്റ് കൊച്ചിയിൽ നടക്കാൻ പോകുന്നു. ഞങ്ങളൊരു ലോക റെക്കോർഡാണ് രക്ഷപ്പെടുന്നത്. അത് ഈ ഗിന്നസ് ബുക്കിലേക്ക് അവരെ വിളിച്ചിട്ടുണ്ട്. അത് കിട്ടി. അപ്പൊ ദിവ്യ ഉണ്ണിക്കാണ് റെക്കോർഡ് കിട്ടിയത്. അപ്പൊ ഇത്രയും കുട്ടികൾ എന്തായിരുന്നു? 12,000-ഓളം കുട്ടികൾ, കൃത്യമായി പറഞ്ഞാൽ 11,600, അത്രയും കുട്ടികൾ വന്നിട്ടുണ്ട്. അപ്പോൾ 11,178 എന്ന റെക്കോർഡാണ് ഇവിടെ തിരുത്തി കുറിച്ചത്. അപ്പോൾ ഇവർ ഓരോ സ്കൂളിലും നൃത്തവിദ്യാലയത്തിനും ചെന്നിട്ട് പറയുന്നു, ഈ നൃത്തവിദ്യാലയം ഒരു പ്രത്യേക പരിഗണന അർഹിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ കുട്ടികളും ഞങ്ങളുടെ പരിപാടിയിൽ ദിവ്യ ഉണ്ണിയുടെ ഒപ്പം പങ്കെടുക്കണം. അപ്പോൾ ദിവ്യ ഉണ്ണിക്കൊപ്പം പങ്കെടുക്കാൻ ഞങ്ങളെ മാത്രം വിളിച്ചല്ലോ, തൊട്ടപ്പുറത്തെ ഡാൻസ് സ്കൂളിൽ ഇത് തന്നെ എന്ന് പറയും, അതിൻ്റെ അടുത്ത ഡാൻസ് സ്കൂളിൽ ഇത് എന്ന് പറയും. എന്ന് മാത്രവുമല്ല, ഓരോ കുട്ടിയിൽ നിന്ന് ഏതാണ്ട് 3,000 മുതൽ 5,000 രൂപ വരെ പിരിച്ചെടുക്കുന്നു. അപ്പോൾ എത്ര വലിയൊരു തുക കിട്ടും? ഏതാണ്ട് 7-7.5 കോടിയോളം രൂപ അങ്ങനെ കിട്ടും. മാത്രമല്ല, ഈ കുട്ടികളുടെ കൂടെ വരുന്ന രക്ഷകർത്താക്കൾ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ഡാൻസ് സ്കൂളിലെ ആളുകൾ ഇവർക്കകത്ത് കയറണമെങ്കിൽ 150 രൂപയുടെയും 300 രൂപയുടെയും ഒക്കെ പാസ് എടുക്കണം. ഈ പാസ് എടുക്കുന്നതിലൂടെ കിട്ടുന്ന വരുമാനം എത്രയാണ്? അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ചില ദുരൂഹതകൾ നേരത്തെ തന്നെ നിലനിൽക്കുന്നു. തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇത് സംബന്ധിച്ച് സംശയം തോന്നിയ ഒരാൾ കൃത്യമായി കൊണ്ട് പോലീസിൽ പരാതി നൽകി. അപ്പോൾ ഈ പരാതി നൽകിയിട്ടും വേണ്ട രീതിയിലൊരു ഇടപെടൽ നടത്തിയില്ല. അപ്പോൾ ഈ സംഘാടകർ എത്രത്തോളം സർക്കാർ മേഖലയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കിയും. ഫുട്ബോളിന് മാത്രം വിട്ടുകൊടുക്കുന്ന ഒരു വലിയ സ്റ്റേഡിയമാണ് കലൂർ സ്റ്റേഡിയം. നമുക്കറിയാലോ, സംസ്ഥാന സ്കൂൾ കായികമേള നടക്കാൻ പോയപ്പോൾ ആ കലൂർ സ്റ്റേഡിയത്തിൽ വെച്ച് ഉദ്ഘാടനം നടത്താനാണ് ആദ്യം ഉദ്ദേശിച്ചത്. എന്നാൽ GCDA ഉൾപ്പെടെയുള്ളവരുടെ എതിർപ്പൊക്കെ വന്നു. കാരണം ഇത് ഫുട്ബോളിനുള്ള സ്റ്റേഡിയമാണ്, മറ്റു കാര്യങ്ങൾക്കൊന്നും വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആ ഉദ്ഘാടനം മാറ്റി. പക്ഷേ അതൊന്നും ആരും ചർച്ചയായില്ല. കാരണം മഹാരാജാസ് വലിയ സ്റ്റേഡിയം ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് മാറ്റി. ഞാനൊരു കാര്യം ചോദിച്ചു, ഇത് കേരള സർക്കാരിന്റെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ പരിപാടി എന്നായിരുന്നില്ലേ പ്രചരിപ്പിച്ചിരുന്നത്? പിന്നെ എങ്ങനെ ഇത് മൃദംഗനാഥം എന്ന് പറയുന്ന സംഘത്തിന്റെ പരിപാടിയായി മാറിയത്? ആക്ച്വലി ഇത് പരിപാടി സംഘടിപ്പിച്ചത് ഈ മൃദംഗ വിഷൻ എന്ന് പറയുന്ന കമ്പനിയാണല്ലോ. അവരാണ് പ്രചരിപ്പിക്കുന്നത് ഇത് സർക്കാരിന്റെ പരിപാടിയാണെന്ന്. സർക്കാരിന്റെ
സർക്കാരിന്റെ പേരിൽ ഇത്തരം പിന്നെ എന്താ തെറ്റായ പ്രചരണം നടത്തുമ്പോൾ സർക്കാർ ഇത് അറിയാതിരിക്കുമോ? അങ്ങനെ പറയാൻ പറ്റില്ല. ധന്യ ഇപ്പോൾ ഒരു ഡാൻസ് സ്കൂൾ നടത്തുന്നു. ഞാൻ എന്ന് പറയുന്ന സംഘടന വന്നിച്ച് പറയുന്നു, സംസ്ഥാന സർക്കാർ ഒരു മെഗാ നൃത്ത പരിപാടി സംഘടിപ്പിക്കുന്നു. അതിൻ്റെ ഉത്തരവാദിത്വം ദിവ്യ ഉണ്ണിയെ ഏൽപ്പിക്കുന്നു. ഈ ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടിയിൽ ഉദ്ഘാടകനായി എത്തുന്നത് സജി ചെറിയാനാണ്. ADGP എത്തുന്നു. ഇത് പറയുമ്പോൾ ഇപ്പോൾ ധന്യയോ അല്ലെങ്കിൽ പോലീസോ വന്ന് ആരെങ്കിലും തിരക്കുവോ ഇല്ല. സ്വാഭാവികമായും ശരി, സർക്കാരിൻ്റെ എന്തോ ഒരു പരിപാടി, ഈ രീതിയിലുള്ള ഒരു പ്രചരണം നടത്തും. അവിടെയും തെറ്റായ പ്രചരണം പ്രചരിപ്പിച്ചു. ഇവർ കൃത്യമായി തന്നെ അത് സർക്കാരിൻ്റെ പരിപാടി. കാരണം ഈ നൃത്ത പരിപാടിയിൽ പങ്കെടുക്കാൻ വന്ന ചില അധ്യാപികമാർ വ്യക്തമാക്കി, ഞങ്ങളോട് പറഞ്ഞത് ഇതൊരു സർക്കാരിൻ്റെ പരിപാടിയാണെന്നും സംസ്ഥാന സർക്കാർ ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമാക്കി ഇത്തരം ഒരു നൃത്ത പരിപാടി കലൂർ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിക്കുന്നു, നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ടോ, നിങ്ങളെ പ്രത്യേക പരിഗണന നൽകുന്നതുകൊണ്ടാണ് നിങ്ങളെ വിളിച്ചത് എന്നൊക്കെ തന്നെ പറഞ്ഞ് പറ്റിക്കുകയായിരുന്നു. ദിവ്യ ഉണ്ണി ഇത് അറിയാതിരിക്കുമോ? അവിടെയാണ് ഇവിടുത്തെ പ്രശ്നം നമുക്ക് വരുന്നത്. ദിവ്യ ഉണ്ണിക്ക് ഇതിനകത്ത് റോൾ ഉണ്ടാവില്ലേ? കാരണം ദിവ്യ ഉണ്ണിയുടെ പേരിൽ ഇത്ര ഒരു സംഭവം നടക്കുമ്പോൾ ദിവ്യ ഉണ്ണിക്ക് അതിനകത്ത് പങ്കുണ്ടാവും. ഒന്നുകിൽ ദിവ്യ ഉണ്ണി അവരുമായിട്ടുള്ള കരാർ എന്താ, മൊത്തം പിരിഞ്ഞു കിട്ടുന്ന പൈസയുടെ ഇത്ര ശതമാനം ദിവ്യ ഉണ്ണിക്ക്. കാരണം ദിവ്യ ഉണ്ണി ഒരു പെർഫോമർ ആണല്ലോ, അവർ സാധാരണ ഇതിൽ പരിപാടി അവതരിപ്പിക്കുക പൈസയൊക്കെ വാങ്ങിക്കുന്നതാണ്. അപ്പോൾ ആ പെർഫോമർക്ക് ഇത്ര ശതമാനം. ഇനി അതല്ല എന്ന് വെച്ചു, ഇത്ര രൂപ എന്ന് മുൻകൂട്ടി പറയുന്നത് നിങ്ങൾക്ക് 1 കോടി രൂപ തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് 50 ലക്ഷം രൂപ തരാം എന്ന് പറഞ്ഞാലും ദിവ്യ ഉണ്ണി ഓക്കെ അല്ലേ? ദിവ്യ ഉണ്ണി പഠിപ്പിക്കുന്ന സ്കൂളിലെ കുറച്ച് കുട്ടികളും കൂടെ വരുന്നു, 50 ലക്ഷം രൂപ അവർക്ക് കൊടുക്കുന്നു. അവർക്ക് മറ്റൊരു കാര്യം അറിയണ്ട, കാരണം ഇതെല്ലാം തന്നെ ഞങ്ങൾ തീരുമാനിക്കുന്നു. കാരണം ഇവന്റ് കോർഡിനേറ്റർ ഉണ്ടല്ലോ, ഇവന്റ് മാനേജ്മെന്റ്, അവരാണ് ഈ പരിപാടി മൊത്തം സംഘടിപ്പിക്കുക. മറ്റേവർ ഇതിൻ്റെ ആസൂത്രണം, അതായത് അനുമതി മേടിക്കണം, GCയുടെ പെർമിഷൻ മേടിക്കണം, സർക്കാരിലെ അതിഥികളെ ക്ഷമിക്കണം, ഉമ്മ തോമസ് മന്ത്രി, പിന്നെ DGP ഉൾപ്പെടെയുള്ളവരെ ക്ഷമിക്കണം. അപ്പോൾ ADGP ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത ഒരു പരിപാടി 35,000-ഓളം പേർ വരുമെന്നാണ് അറിയുന്നത്. നമുക്കറിയാമായിരുന്നു, ഏതാണ്ട് പാലാരിവട്ടം മുതൽ ഈ കലൂർ വരെ പല ഇടറോഡുകളിലും വാഹനങ്ങൾ കൊണ്ട് പാർക്ക് ചെയ്ത് ഭയങ്കര ഗതാഗതക്കുരുക്കായിരുന്നു അന്ന് വൈകുന്നേരം. ഇത്രയും ആളുകൾ വന്ന ഒരു പരിപാടിക്ക് പോലീസിൻ്റെ നിയന്ത്രണം ഉണ്ടാകണമല്ലോ. പോലീസിന് ഇവർ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടാകുമല്ലോ. 50 പോലീസുകാരെത്തിയത്. 50 പോലീസുകാരെ കൊണ്ട് 35,000 പേരുടെ ഒരു പരിപാടി നിയന്ത്രിക്കാൻ പറ്റുമോ? അപ്പോൾ തികച്ചും സ്വകാര്യമായ ഒരു പരിപാടി, ആ സ്വകാര്യ പരിപാടി നടത്തുന്നതിന് പോലീസിൻ്റെ സംരക്ഷണം വേണമെന്ന് അവർ ഒരു റിക്വസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നു. ചിലപ്പം പൈസ അടയ്ക്കേണ്ടി വരുമായിരിക്കാം. അങ്ങനെ 50 പോലീസുകാരുടെ ഒരു സേവനം, ADGP പങ്കെടുത്ത, മന്ത്രി പങ്കെടുത്ത പരിപാടി. ഇനി ഇവിടെ ഇത്തരം ഒരു സംഭവമുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞില്ല പ്ലാൻ A, പ്ലാൻ B എന്നൊക്കെ പറയാം. എങ്ങാനും ഒരു അപകടമുണ്ടായാൽ ഈ അപകടത്തിൽപ്പെടുന്നവരെ രക്ഷിക്കാനുള്ള യാതൊരു മാർഗ്ഗങ്ങളും അവിടെ ഉണ്ടായിരുന്നില്ല. സുരക്ഷാ സംവിധാനങ്ങളൊന്നും തന്നെ ഒരുക്കിയില്ല. എന്തിന്? ബാരിക്കേഡുകൾ പോലും ഒരുക്കിയിട്ടില്ല. നമ്മൾ കണ്ടിട്ടുണ്ടോ, ഇപ്പോൾ ഈ VVIPകളൊക്കെ വരുമ്പോൾ താൽക്കാലികമായ സ്റ്റേജ് നിർമ്മിക്കും, പക്ഷേ അവിടെ എല്ലാം ഒരു ബാരിക്കേഡ് ഉണ്ടാവും, ഒന്ന് പിടിച്ചു നിൽക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് തടയാൻ വേണ്ടിയിട്ട്. ഇവിടെ അതൊന്നും ഉണ്ടായില്ല. പകരം എന്തെടുത്തുന്ന റിബൺ കെട്ടി. ഒരു റിബൺ കെട്ടിയാൽ എന്തായിരിക്കും അവസ്ഥ? ഉമാ തോമസ് ഒരുപാട് പരിപാടിയിൽ പങ്കെടുത്ത ആളാണ്. അപ്പോൾ അവർ നോക്കുമ്പോൾ അത് ബാരിക്കേഡാണെന്ന് അവർ തെറ്റിദ്ധരിച്ചിരിക്കാം. മാത്രവുമല്ല 2 വരി കസേര ഇടാനുള്ള സ്ഥലം അവിടെ ഇല്ല, 1 വരി കസേര ഇടാനുള്ള സ്ഥലമുള്ളൂ. അപ്പോൾ ആ 2 വരി കസേര ഇടണം. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ജസ്റ്റ് ഒരു ഉദ്ഘാടനത്തിന് വേണ്ടി. ആ ഉദ്ഘാടനം കഴിഞ്ഞാൽ ഈ VIPകളെല്ലാം താഴെ ഇറങ്ങും, വിളക്കും എല്ലാവരും മാറ്റും, പിന്നെ പരിപാടി ഇവർ ഉദ്ദേശിച്ച പോലെ നടക്കുമല്ലോ. പക്ഷേ ഒരു ചെറിയ പിഴവുണ്ടായി, ഉമാ തോമസ് താഴെ വീണു, വലിയ വില കൊടുക്കേണ്ടി വന്നു. ഈ ഉമാ തോമസ് താഴെ വീണപ്പോൾ അത് ആരാണെന്ന് പോലും അറിയില്ല, ഏതോ ഒരു സ്ത്രീ താഴെ വീണു എന്നുള്ള രീതിയിലാണ് ഇവരെ കൊണ്ടുപോകുന്നത്. മാത്രമല്ല ഗുരുതരമായി പരിക്കേൽക്കുന്ന ആളുകളെ കൊണ്ടുപോകുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ കൈയും കാലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് തിരിക്കുകയൊന്നും ചെയ്യണം. അത്തരത്തിൽ വിദഗ്ധ പരിശീലനം ലഭിച്ച ഈ സുരക്ഷാ മാർഗ്ഗങ്ങളൊക്കെ അറിയാവുന്ന ഒരാൾ പോലും അവിടെ ഉണ്ടായിരുന്നില്ല. സംഘടന കുറച്ച് ആംബുലൻസൊക്കെ അവിടെ ഇവിടെയൊക്കെ നിർത്തി, ശരിയാണ്, അപകടത്തിൽപ്പെടുന്ന ഒരാളെ ആംബുലൻസിൽ കൊണ്ടുപോകാം. പക്ഷേ അതിനേക്കാൾ ഏറെ ഗൗരവമുള്ളതാണ് റോഡ് അപകടത്തിലോ മറ്റോ പരിക്കേറ്റ ഒരാളെ എങ്ങനെ കൈകാര്യം ചെയ്യണം. കാരണം അയാളെ രക്ഷിക്കാനായിരിക്കും എടുത്തുകൊണ്ട് പോകുന്നത്, പക്ഷേ എടുത്ത് താങ്ങിക്കൊണ്ട് പോകുമ്പോഴൊക്കെ ചില പരിശീലനം ലഭിച്ച ആളുകൾ വേണം. നമ്മൾ വോളണ്ടിയേഴ്സ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള ആരുടെയും സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല അടിമുടി ഇതിനകത്ത് ദുരൂഹതയുണ്ട്. എന്തിനാണ് ഈ സ്റ്റേജ് രാത്രിയിൽ നിർമ്മിച്ചത്? പകൽ നിർമ്മിച്ചാൽ ഒരുപക്ഷെ ഇതിനെ സംബന്ധിച്ച് ചോദ്യം വരും. അപ്പോൾ രാത്രിയിൽ നിർമ്മിച്ച് പുലർച്ചെ 3 മണിയായപ്പോഴത്തേക്ക് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. മാത്രമല്ല അതിനകത്തേക്ക് പാസ് വെച്ചില്ലേ പ്രവേശനം. അപ്പോൾ പുറത്തുനിന്ന് ആരും ആവശ്യമില്ലാതെ കയറില്ല. കാരണം ഇവന്റ് നടത്തുന്ന ആളുകൾക്ക് അതിൻ്റെ കുറേ ആളുകൾ ഉണ്ടാവുമല്ലോ, മറ്റേ സംരക്ഷണമായിട്ടും. അപ്പോൾ ബാക്കി ആരെയും കയറ്റുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെ അവിടെ തടഞ്ഞു നിർത്തി ഈ അടിമുടി ദുരൂഹമായ ഒരു പരിപാടി ഇവിടെ നടത്തുന്നു. ഇതിലൂടെ പിന്നീട് തുക അത് ആരൊക്കെ വീതിച്ചു, ആർക്കൊക്കെ കൊടുത്തു? ഇനി ദിവ്യ ഉണ്ണി ആണോ ഇതിൻ്റെ പിന്നിൽ? ദിവ്യ ഉണ്ണി മറുപടി പറയണ്ടേ? ഈ ഡാൻസ് സ്കൂളിലെ കുട്ടികളെ കൊണ്ടുവന്ന ടീച്ചേഴ്സും അവിടുത്തെ രക്ഷിതാക്കളും ആവശ്യപ്പെടുകയാണ്, ദിവ്യ ഉണ്ണി എന്ന് പറയുന്ന ഒരു സെലിബ്രിറ്റി ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഈ പരിപാടി പങ്കെടുത്തത്. ഇപ്പോൾ ധന്യ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവിടെ ഒരു മെഗാ ഡാൻസ് സംഘടിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് തൃപ്പൂണിത്തുറ ചെന്ന് കുറച്ച് കുട്ടികളെ വിളിച്ചാൽ, അല്ലെങ്കിൽ പാലക്കാട് ചെന്ന് കുറച്ച് കുട്ടികളെ വിളിച്ചാൽ വരില്ല. പക്ഷേ ദിവ്യ ഉണ്ണി വിളിച്ചാൽ വരും. നമ്മൾ അതിൻ്റെ വിഷ്വൽസ് വീഡിയോ ഒക്കെ കണ്ടു അല്ലേ? എവിടെയൊക്കെയോ നിൽക്കുന്ന കുറേ കുട്ടികൾ അല്ലേ, ചെറിയ ഒരു 3-4 വയസ്സ് പ്രായം മുതൽ അല്ലേ 50
വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുണ്ട്. ഇവരൊക്കെ ആഗ്രഹത്തിൽ വന്നതായിരിക്കാം. അതെ, എത്ര വലിയ അവരുടെ ചിന്ത. എന്നിട്ട് നേടിയത് മൊത്തം ദിവ്യ ഉണ്ണിയും. എന്നിട്ട് അവർ പറഞ്ഞത് ഞങ്ങൾ ഇതെല്ലാം മാറ്റി വെച്ച് റെക്കോർഡിന് വേണ്ടിയിട്ടുള്ള പെർഫോമൻസ് മാത്രമേ നടത്തുള്ളൂ. ആർക്ക് റെക്കോർഡ് കിട്ടി? ദിവ്യ ഉണ്ണിക്ക് ഈ ഗിന്നസിൽ റെക്കോർഡ് നേടി. അതിന് പിള്ളേരെ ബലിയാടുകളാക്കി. പിള്ളേരെ മാത്രമല്ല, ഈ കുട്ടികൾക്ക് കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തില്ല അവർ. അറിയാം, സംഘടന 10,000 മുതൽ 5,000 രൂപ മേടിച്ച് അവർക്കുള്ള എന്തെങ്കിലും ഫെസിലിറ്റി ഒരുക്കിയോ? ഇവരുടെ അടുത്ത് പറയാം, നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് വരണം, നിങ്ങൾ മേക്കപ്പ് ചെയ്തിട്ട് വരണം, നിങ്ങളെല്ലാം റെഡിയായി വരണം, ഇവിടെ വന്നാൽ ഡാൻസ് കളിക്കാം. ഇനി ആ ഡാൻസിന് എന്തെങ്കിലും ഒരു മൂല്യമുണ്ടെന്നോ അല്ലെങ്കിൽ അതൊരു നൃത്തത്തിൻ്റെതായ പരിപാവനത കാത്തു സൂക്ഷിച്ചെന്നോ ആർക്കും അഭിപ്രായമില്ല. ഇതൊരു എന്താ പറയുക, ഒരു കുറേ ആളുകൾ ഒന്നിച്ചു കൂടിയിട്ട് ഒരു നൃത്ത പരിപാടി ഗിന്നസ് ബുക്കിന് വേണ്ടി എന്തോ കാണിച്ച് കൂട്ടി. അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ആ നൃത്ത പരിപാടി കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ദിവ്യ ഉണ്ണിക്ക് വേണ്ടി കുറെ ആളുകളെ ബലിയാടാക്കി. അതിൽ ഏറ്റവും വലിയ ബലിയാടായത് ഉമാ തോമസ് എന്ന് മാത്രമേ ഉള്ളൂ. ഒരു സിമ്പിൾ ഉദാഹരണം പറയാം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫുട്ബോൾ മത്സരങ്ങൾ ഈ കലൂർ സ്റ്റേഡിയത്തിൽ നടക്കുന്നുണ്ട്. തന്നെ ടി വിക്കകത്ത് കണ്ടിട്ടില്ലേ? മൊത്തം മഞ്ഞ പടയാണത് അല്ലെ, ഒരേ ടീഷർട്ടൊക്കെ ഇട്ട്. അപ്പൊ ഒരേ ടീഷർട്ടൊക്കെ ഇട്ട് ഒരേപോലെ ബാനറൊക്കെ വെച്ച്, അങ്ങനെയാണെങ്കിൽ അതൊരു റെക്കോർഡല്ലേ? 35,000-ലധികം വരുന്ന ആളുകൾ ഒരേ ടീഷർട്ട് ഇട്ട് ഒരേ വികാരത്തോടെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നിലകൊള്ളുന്നു. അതും ഇതുമായിട്ട് എന്താ വ്യത്യാസം? ഒരു നൃത്തത്തിൻ്റെതായ എല്ലാ ചടങ്ങുകളൊന്നും ഇവർ പൂർത്തീകരിക്കാൻ പറ്റില്ല. കാരണം 12,000 പേര് ഇവർ ഓൺലൈനിൽ പരിശീലിച്ചു. ഒരു ഡാൻസ് സ്കൂളിൻ്റെ സ്റ്റെപ്പ് ആയിരിക്കണമെന്നില്ല, അടുത്ത ഒരു ചെറിയ വേരിയേഷൻ ഒക്കെ വരാം. ഇതൊന്നും ആരും മോണിറ്റർ ചെയ്യുന്നില്ല. അവരെന്താ മോണിറ്റർ ചെയ്യുന്നത്? 12,000-ഓളം നർത്തകർ ഒരേ വേദിയിൽ ഒന്നിച്ചു കൂടുന്നു. അങ്ങനെയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുഴുവൻ ആളുകളും ഒന്നിച്ചു കൂടുന്നു, അവർക്കും ഒരു ലോക റെക്കോർഡ് കിട്ടും. അപ്പോൾ ഇതിന്റെ നേട്ടം ഉണ്ടായത് ഈ മൃദംഗ വിഷൻ അല്ലെ, ആ സംഘടനയ്ക്ക്, ഒപ്പം ദിവ്യ ഉണ്ണി എന്ന് പറയുന്ന നർത്തകിക്ക്, അവരുടെ ഒരു സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി എത്ര പേരുടെ ജീവൻ അല്ലെ, എത്ര പേരെ ബുദ്ധിമുട്ടിച്ചു. കൊടും വെയിലത്ത് വെള്ളവും ഭക്ഷണവും കിട്ടാതെ ബുദ്ധിമുട്ടിയോ. ഏറ്റവും ഒടുവിൽ ഉമാ തോമസ് എന്ന് പറയുന്ന ഒരു നല്ല MLA, ജനകീയമായ ഒരു MLA ജീവന് വേണ്ടിയിട്ട് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ പൊരുതുന്നു. എന്താ അവസ്ഥ? തീർച്ചയായിട്ടും. എന്തായാലും ഇതിൽ ദിവ്യ ഉണ്ണിയുടെ പങ്ക് എന്താണ് എന്ന് അന്വേഷിച്ചറിയുക തന്നെ വേണം. മാത്രമല്ല, ദിവ്യ ഉണ്ണിക്ക് പറയാനുള്ളത് ദിവ്യ ഉണ്ണി പറയുന്നത് വരെ ദിവ്യ ഉണ്ണി സംശയ നിഴലിൽ തന്നെയായിരിക്കും.